ഒരു ആർട്ട് ടീച്ചറാണ്. ഇപ്പോ ആർട്ടിസ്റ്റാണ്, ആർട്ട് ടീച്ചറാണ്. 6 കുട്ടികളുണ്ട് ഇപ്പോ. പിന്നെ ഇപ്പോ ടീച്ചിങ് തുടങ്ങി. ഇപ്പോ മെയിൻ ഒരു ഗോൾ തന്നെ ആർട്ട് ടീച്ചർ ആവണം എന്നാണ് ഇപ്പൊ മെയിൻ ഗോള്. കുറെ സ്റ്റുഡൻസ് വേണം. പിന്നെ സൈഡായിട്ട് കമ്മീഷൻ വർക്ക്സും കൊണ്ടുപോകണം. അതാണ് ഇപ്പൊ മെയിൻ എയിം. എനിക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. പിന്നെ സാറിന്റെ ക്ലാസ്, മെയിൻ ആയിട്ട് സാറിന്റെ ക്ലാസ് തന്നെ. മുന്നൊക്കെ എന്റെ നൈബേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കുമായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുക, അവരെ മക്കളെ പഠിപ്പിക്കുക എന്നൊക്കെ. അപ്പൊ ഞാൻ പറയും എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല, ബേസ് ഇല്ലല്ലോ. ഞാൻ എന്റേതായിട്ടുള്ള വരയ്ക്കുക എന്നല്ലാതെ. പിന്നെ സ്കൂളില് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രോയിങ് പീരീഡ് ഉണ്ടാകും. അപ്പൊ അതിന് വരയ്ക്കണ കാരണം സാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ യൂട്യൂബ് വീഡിയോസ് ആണ് ബാക്കി. പിന്നെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു ഐഡിയ കിട്ടിയല്ലോ, എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് മെയിൻ ആയിട്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തത്. അതും സാറ് ഓൺലൈൻ ക്ലാസ് എടുക്കണ കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. സാർ വീഡിയോസ് കാണും. അപ്പൊ ഞാൻ വിചാരിക്കും സാറിന് ഇതുപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൂടെ, ഓൺലൈൻ ക്ലാസ് എന്നുള്ള എന്താ ചെയ്യാന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ എന്റെ ഫ്രണ്ട് എനിക്ക് സാറിന്റെ ലിങ്ക് അയച്ചു ഇൻസ്റ്റയില്. അപ്പോഴാണ് ഞാൻ അപ്പൊ തന്നെ സാറിന് ഞാൻ മെസ്സേജ് അയച്ചത്. എന്നിട്ട് പിന്നെ ഒരു 1 വീക്കിന്റെ ഉള്ളിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സാറിന്റെ കോഴ്സിൽ മീൻസ് പെയിന്റിങ്ങും എല്ലാം ഉണ്ടാവും, പെയിന്റിംഗ് ആവും മെയിൻ ആയിട്ട് എന്നാണ്. ജോയിൻ ചെയ്തതിന് ശേഷം മനസ്സിലായത് ബേസിക്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോ എനിക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു സമയത്ത്. എന്റെ ഹസ്ബൻഡ് പറയും ആൾക്കും വീട്ടിൽ വരുമ്പോ ആൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട് എന്നെ കാണുമ്പോ. എക്സിബിഷൻ ചെയ്യണം, അത് വലിയൊരു ഡ്രീമാണ്. എന്താ പറയാ, ഞാന് എന്റെ ഉപ്പാക്ക് വിളിച്ചു പറഞ്ഞു, ഉമ്മാക്ക് വിളിച്ചു പറഞ്ഞു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവരൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു ആർട്ട് എന്നുള്ളതിൽ ഞാന് ഒരു ഇൻകം എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ചെറുപ്പത്തിലൊക്കെ വരക്കുമ്പോ കൂടുതൽ പഠിക്കുന്നല്ലേ പറയാ. അപ്പൊ ആ ഉമ്മൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങി നിനക്ക് വല്ല BFA ചെയ്താൽ മതിയായിരുന്നു, ഇപ്പൊ വെറുതെ PCA MBA ഒക്കെ ചെയ്ത് BFA പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര, കാരണം അന്ന് അവരത് ഒട്ടും വലിയ കെയർ ചെയ്തിരുന്നില്ല. ഉമ്മക്ക് അങ്ങനെ BFA എന്നല്ല, എനിക്ക് വല്ല ആർട്ട് റിലേറ്റഡ് എന്തെങ്കിലും കോഴ്സ് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നത്. ഓൺലൈൻ നല്ല പ്ലാറ്റ്ഫോമാണ്. കാരണം ഇപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അബ്രോഡ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ നമുക്ക് അറിയാലോ, നമ്മുടെ ഗ്രൂപ്പിൽ ഓരോരുത്തർ അനൗൺസ് ചെയ്യുമല്ലോ നല്ല റിസൾട്ട് ആണ്, ഓരോരുത്തരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ അനൗൺസ് ചെയ്യുമല്ലോ. അപ്പൊ ഈ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തോണ്ടല്ലോ ഇപ്പൊ എനിക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഞങ്ങളെപ്പോലെ ഒരുപാട് അബ്രോഡുള്ള ഒരുപാട് ആൾക്കാർക്ക് അതുപോലെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. അത് ഓൺലൈൻ ക്ലാസ് ശരിക്കും എനിക്ക് തോന്നുന്നു ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പൊ കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നത്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഓഫ് സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഫസീല അല്ലെ പേര്? ഫസീലയുണ്ട് നമ്മോടൊപ്പം. അപ്പോൾ കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന ഒരു റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് ഫസീല നമ്മോടൊപ്പം ഉള്ളത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആക്ഷൻ എടുത്ത് കോഴ്സുകൾ പഠിച്ച് ഒരുപാട് നല്ല ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്തി എന്നുള്ളതാണ് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കാൻ ആൾക്കുള്ള യോഗ്യത. ഒരുപാട് സ്റ്റെപ്സ് അതിൻ്റെ അകത്ത് എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഫസീലയുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഒന്ന് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പറയാവോ? എന്റെ പേര് ഫസീല, ഷിനാജ് ഹസ്ബൻഡ്. ഞാനിപ്പോ കുറച്ചായിട്ട് മസ്കറ്റിൽ സെറ്റിൽഡ് ആണ്. പാരന്റ്സ് നാട്ടിലാണ്, പിന്നെ സിബ്ലിങ്സും എല്ലാവരും നാട്ടിൽ തന്നെ. പിന്നെ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ വീട് ഗുരുവായൂർ, എന്റെ വീട് തൃശ്ശൂര് പെരുമ്പിലാവ്. പിന്നെ ഇപ്പോ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഒരു ആർട്ട് ടീച്ചറാണ്. ഇപ്പോ ആർട്ടിസ്റ്റാണ്, ആർട്ട് ടീച്ചറാണ്. 6 കുട്ടികളുണ്ട് ഇപ്പോ. പിന്നെ ചെറുപ്പത്തിലേ വരക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു 9th സ്റ്റാൻഡേർഡിൽ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു വരക്കലൊക്കെ. പിന്നെ ഞാൻ ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞു. ഇവിടെ വന്ന് മസ്കറ്റിൽ വന്നിട്ടാണ് പിന്നെയും വരകളൊക്കെ തുടങ്ങി. സാറിന്റെ യൂട്യൂബ് ചാനലാണ് മെയിൻ ആയിട്ട്. ഞാൻ പോർട്രേറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് സാറിന്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കൊണ്ടാണ്. പിന്നെ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു സംഭവം കയറിയതിന്റെ ശേഷം പിന്നെ ഒന്നും ഫുൾ ഗ്രിഡ് മാത്രമായി ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അതിന്റെ ഇടയിൽ കമ്മീഷൻ വർക്ക്സ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ സാറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തതിന്റെ ശേഷം ഒരു കോൺഫിഡൻസ് കിട്ടി. അതിന്റെ മുന്നേ എനിക്ക് ടീച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ സമയത്തൊന്നും ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല, എന്താ സംഭവം എന്ന് അറിയണ്ടായിരുന്നു. പിന്നെ ഇപ്പോ ടീച്ചിങ് തുടങ്ങി. ഇപ്പോ മെയിൻ ഒരു ഗോൾ തന്നെ എനിക്കൊരു ടീച്ചർ ആവണമെന്നാണ്, ആർട്ട് ടീച്ചർ ആവണം എന്നാണ് ഇപ്പൊ മെയിൻ ഗോള്. കുറെ സ്റ്റുഡൻസ് വേണം. പിന്നെ സൈഡായിട്ട് കമ്മീഷൻ വർക്ക്സും കൊണ്ടുപോകണം. അതാണ് ഇപ്പൊ മെയിൻ എയിം. അതിന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഇൻകം അച്ചീവ് ചെയ്യുന്ന ആളാണല്ലേ? ഓക്കെ.
എനിക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഉം. ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. പിന്നെ സാറിന്റെ ക്ലാസ്, മെയിനായിട്ട് സാറിന്റെ ക്ലാസ് തന്നെ. മുന്നൊക്കെ എന്റെ നൈബേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കുമായിരുന്നു, കുട്ടികളെ പഠിപ്പിക്കുക, അവരെ മക്കളെ പഠിപ്പിക്കുക എന്നൊക്കെ. അപ്പൊ ഞാൻ പറയും എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല, ബേസ് ഇല്ലല്ലോ. ഞാൻ ഉം. എന്റേതായിട്ടുള്ള വരയ്ക്കുക എന്നല്ലാതെ, പിന്നെ സ്കൂളില് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രോയിങ് പീരീഡ് ഉണ്ടാകും. അപ്പൊ അതിന് വരയ്ക്കണ കാരണം സാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. വരയ്ക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് സാറ് അടുത്ത് നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ആ ഒരു ബേസ് മാത്രമേ ഉള്ളൂ. പിന്നെ യൂട്യൂബ് വീഡിയോസ് ആണ് ബാക്കി. അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു ഐഡിയ കിട്ടിയല്ലോ, എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? റീസൺ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പോർട്രേറ്റ്സ് നന്നായി ചെയ്യണം. ഞാൻ മെയിൻ ആയിട്ട് അക്രലിക്സ് മാത്രം ചെയ്തിരുന്ന ആളാ. ഉം. പെൻസിൽ ഡ്രോയിങ് ഐഡിയ ഉണ്ടായിരുന്നില്ല, ചെയ്യുമായിരുന്നു. പക്ഷെ വലിയ ഐഡിയ ഒന്നും ഞാൻ സാറിന് കാണിച്ചു തരാം, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ചെയ്തിരുന്നത്. ഉം. അക്രലിക്സിൽ എനിക്ക് ആ സ്കിൻ ടോൺ ഒന്നും എനിക്ക് കറക്റ്റ് ആയിരുന്നില്ല. നമ്മൾ കമ്മീഷൻ വർക്ക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മെയിൻ ആയിട്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തത്. അതും സാറ് ഓൺലൈൻ ക്ലാസ് എടുക്കണ കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഉം. സാർ വീഡിയോസ് കാണും. അപ്പൊ ഞാൻ വിചാരിക്കും സാറിന് ഇതുപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൂടെ, എന്താ ഇപ്പോ ഓൺലൈൻ ക്ലാസ് എന്നുള്ള എന്താ ചെയ്യാന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ എന്റെ ഫ്രണ്ട് എനിക്ക് സാറിന്റെ ലിങ്ക് അയച്ചിരുന്നു ഇൻസ്റ്റയില്. അപ്പോഴാണ് ഞാൻ അപ്പൊ തന്നെ സാറിന് ഞാൻ മെസ്സേജ് അയച്ചത്. എന്നിട്ട് പിന്നെ ഒരു 1 വീക്കിന്റെ ഉള്ളിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സാറിന്റെ കോഴ്സിൽ മീൻസ് പെയിന്റിങ്ങും എല്ലാം ഉണ്ടാവും, പെയിന്റിംഗ് ആവും മെയിൻ ആയിട്ട് എന്നാണ്. ജോയിൻ ചെയ്തതിന് ശേഷം മനസ്സിലായത് ബേസിക്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോ എനിക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു സമയത്ത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും ആൾക്കും വീട്ടിൽ വരുമ്പോ ആൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട് എന്നെ കാണുമ്പോന്ന്. കാരണം ഉം. ഞാൻ വരക്കുകയാണെങ്കിൽ കമ്മീഷൻ വർക്ക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ കുറെ കാലത്തിന് ഒരു 2-3 ആഴ്ച ഒന്നും വരക്കില്ല. പിന്നെ ഞാൻ ഇവിടെ കുറെ ജോലി അന്വേഷിച്ചിരുന്നു, ജോലിയും കിട്ടാതായി. അപ്പൊ അതിന്റെ ആ ഒരു ഡിപ്രഷനും ഒക്കെ കൂടിയായിട്ട് ഒരുമാതിരി അവസ്ഥയായിരുന്നു. ആ സമയത്താണ് ജോയിൻ ചെയ്തത്. അപ്പൊ ആള് പറയും എനിക്ക് ആൾക്ക് വീട്ടിലേക്ക് വരുമ്പോ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. കാരണം ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. വരക്കാനുണ്ടാവും. പിന്നെ നമ്മുടെ സിമെട്രിക്കൽ ഒക്കെ അല്ലേ, ആ ഉം. സംഭവം തന്നെ എനിക്ക് അറിയണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അറിയുന്നത്. അപ്പൊ ആ സംഭവം ഞാനിപ്പോ പിള്ളേർക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഒരു സൈഡ് ഞാൻ വരച്ചു കൊടുക്കും, ബാക്കി അവര് വരക്കും. അപ്പൊ എനിക്ക് അതൊക്കെ എന്തോ ഒരു അത്ഭുതം പോലെയായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ് കണ്ടപ്പോ സിമെട്രിക്കൽ ഒക്കെ കണ്ടപ്പോ ഭയങ്കര ഈസിയാന്ന് വിചാരിച്ചു. പിന്നെ വരച്ചു തുടങ്ങിയപ്പോഴും മനസ്സിലായത് അത്ര ഈസി അല്ലാന്ന്. പിന്നെ മെഷർമെന്റ്സും എല്ലാം എനിക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സാറിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര സംഭവം തന്നെ. എനിക്ക് പിന്നെ സൂം മീറ്റിംഗിൽ സംസാരിക്കാനാണെങ്കിലും കുറച്ചൊക്കെ പേടിയുള്ള ടൈപ്പാണ് ഞാന്. അതെനിക്കൊന്ന് ചേഞ്ച് ആക്കണം ഇനി. നമ്മുടെ സൺഡേ ക്ലാസ്സിൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. ഒറ്റ പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ അതും ഒന്ന് ചേഞ്ച് ചെയ്യണം. അതുപോലെ എക്സിബിഷൻ ചെയ്യണം, അത് വലിയൊരു ഡ്രീമാണ്. അപ്പൊ എക്സിബിഷൻ ചെയ്യുമ്പോഴും എന്റെ ഹസ്ബൻഡ് പറയും നിനക്ക് നിന്റെ ആർട്ട്വർക്കിനെ കുറിച്ചിട്ട് നിനക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അപ്പൊ അത് ശരിയാക്കാം ആദ്യം എന്ന് പറയും. അപ്പൊ അത് എനിക്ക് സാറിന്റെ ഹെൽപ്പ് വേണം. Yes, തീർച്ചയായിട്ടും. എനിക്കൊരു ചോദിക്കാനുള്ള ചോദ്യം, കഴിഞ്ഞ ഹോൾ ഓഫ് ഫെയിമിൽ ഇതുപോലെ ഒരു സ്റ്റുഡന്റ് വന്ന സമയത്ത് അവരും ആർട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിച്ച സെയിം ക്വസ്റ്റിനാ. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലോട്ട് ഇങ്ങോട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്നത്. പക്ഷെ ഫസ്റ്റ് ടൈം നമ്മുടെ കയ്യിലോട്ട് ഒരു സ്റ്റുഡന്റ് ഫീസ് തരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ഭയങ്കര ഇമോഷൻ? ശരിക്കും ഭയങ്കര ഇതായിരുന്നു. എന്താ പറയാ, ഞാന് എന്റെ ഉപ്പാക്ക് വിളിച്ചു പറഞ്ഞു, ഉമ്മാക്ക് വിളിച്ചു പറഞ്ഞു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. കാരണം അവരൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു ആർട്ട് എന്നുള്ളതിൽ ഞാന് ഒരു ഇൻകം എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും. കാരണം ചെറുപ്പത്തിലൊക്കെ വരക്കുമ്പോ കൂടുതൽ പഠിക്കുന്നല്ല പറയാ. യെസ്. അപ്പം സൺഡേയില് മാത്രമേ വരക്കാൻ സമ്മതിച്ചിരുന്നുള്ളൂ ഉമ്മൊക്കെ. അപ്പൊ ആ ഉമ്മൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങി നിനക്ക് വല്ല BFA ചെയ്താൽ മതിയായിരുന്നു, ഇപ്പൊ വെറുതെ PCA MBA ഒക്കെ ചെയ്ത് BFA പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര, കാരണം അന്ന് അവരത് ഒട്ടും വലിയ കെയർ ചെയ്തിരുന്നില്ല. അപ്പൊ ഉമ്മ അങ്ങനെ പറയും, ഉമ്മക്ക് അങ്ങനെ BFA എന്നല്ല, നിനക്ക് വല്ല ആർട്ട് റിലേറ്റഡ് എന്തെങ്കിലും കോഴ്സ് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നത്. പിന്നെ ഫസ്റ്റ് ഇൻകം ഞാനിതുപോലെ എന്റെ ഉപ്പാക്ക് ഞാൻ ഫോൺ വാങ്ങിക്കൊടുത്തു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പൊ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല, ഭയങ്കര സന്തോഷം. എന്തായാലും നമ്മുടെ സംസാരം കാണുന്ന ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ഒരുപാട് പേരുടെ സ്വപ്നമാണ് ആർട്ടിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്.
പലപ്പോഴും നമ്മുടെ പേടിയാ, നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാ. നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ തന്നെയാ പറയുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നമുക്ക് ആർട്ട് വർക്ക് ഒന്ന് നോക്കിയാലോ? യെസ്. എങ്ങനെയുണ്ട്? പോർട്രേറ്റ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചല്ല വന്നേ. എങ്ങനെയുണ്ട് ഇപ്പോ? ശരിക്കും പോർട്രേറ്റ് ഇപ്പൊ ഞാൻ ഫ്രീ ഹാൻഡിൽ വരക്കാൻ തുടങ്ങി. ഉം. ലൂമിക് മെത്തേഡ് കഴിഞ്ഞപ്പോ ഫ്രീ ഹാൻഡിൽ വരക്കാൻ തുടങ്ങി. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് പെൻസിലില് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഉം. ഷെയ്ഡിങ് ഒന്നും എന്താ ഞാന് എന്താ പറയാ HB പെൻസിൽസ് മാത്രം യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്തിരുന്നതാ. അതും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ബ്ലെൻഡ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഫുൾ ടൈം ഫുൾ ഹെയർസ് വരെ ഞാൻ ബ്ലെൻഡ് ചെയ്തിടും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഉം. ഇപ്പൊ അതിന് ഭയങ്കര ഡിഫറൻസ് വന്നു. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി വാട്ടർ കളറും അക്രലിക്സും ഒക്കെ പഠിക്കണം. അതാണ് ഇനി നെക്സ്റ്റ് ലെവല്. ഇനി കമ്മീഷൻ വർക്ക് ധൈര്യമായിട്ട് എടുക്കാലോ കൂടുതൽ. ശരിക്കും ഒരു കമ്മീഷൻ വർക്ക്സ് വന്നിട്ടുണ്ട് ഇപ്പൊ. ഉം. ഒരു കാറ്റിന്റെ, ഞങ്ങളുടെ ഷോപ്പിൽ വരുന്ന ഒരു കസ്റ്റമർ ഉണ്ട്, അവരുടെ ഒരു കാറ്റിന് വരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉം. ഇപ്പൊ എന്തോ അക്രലിക്സ് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല കുറച്ചായിട്ട്, ഉം. എന്തോ ഒരു ടച്ച്. പിന്നെ ഒരുപാട് വർക്ക്സ് അങ്ങനെ വരുന്നുണ്ട് ഷോപ്പില്. ഹസ്ബൻഡിന് മൊബൈൽ ഷോപ്പാണ്. ഉം. അപ്പൊ അവിടെ ഞാന് ഇവിടുത്തെ സുൽത്താന്റെ ഫോട്ടോസ് 2 വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് ചോദിക്കും ഇതാരാ വരച്ചത്, ഇപ്പൊ വൈഫാണെന്ന് പറയുമ്പോ അവർ അങ്ങനെ വർക്ക്സ് കിട്ടാറുണ്ട്. ക്ലാസ് എങ്ങനെ? പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം. ആർട്ടിസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുമ്പോ ചോദിക്കാൻ ആൾക്കാരായി ഇപ്പൊ. ഇത് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കോഴ്സിൽ വരുന്നേക്കും ഓൾറെഡി പെയിന്റിങ് ചെയ്യായിരുന്നു, പെൻസിൽ ഷെയ്ഡിങ് ഒക്കെ ആയിരുന്നു അല്ലേ ബുദ്ധിമുട്ട്? പെയിന്റിങ്സും ആയാലും ഫുൾ ഗ്രിഡ് ആയിരുന്നു, ഓ, ഗ്രിഡിന്റെ കളിയായിരുന്നു. ഏത് ഗ്രിഡ് ഇട്ടാ അതൊക്കെ ചെയ്തിരിക്കുന്നത്? അല്ലല്ല, കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇത് ഗ്രിഡ് ഇട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്തായാലും ഗ്രിഡ് ഞാന് ധൈര്യമല്ലോ. ഇതൊന്നും ഗ്രിഡ് അല്ലല്ലോ, അതൊക്കെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷമല്ലേ? നന്നായിട്ടുണ്ട്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഗ്രിഡ് ഇട്ടിട്ടില്ല, എല്ലാം ഫ്രീ ഹാൻഡ്. ഈ ചാപ്റ്ററിന്റെ പേര് എനിക്ക് വേണ്ട, ഗുഡ് ബൈ ടു ഗ്രിഡ് എന്ന അതിന്റെ പേര്. ഇപ്പൊ ഗ്രിഡ് ഒരു പ്രശ്നേ അല്ല, ഗ്രിഡ് ഇല്ലാതെ എന്തും വരക്കാം. ആ ഒരു പേടി മാറി. ഇപ്പൊ കുട്ടികള് ഡൗട്ട്സ് ചോദിക്കുമ്പോഴും എനിക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ കമ്മീഷൻ വർക്ക് എടുക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾ ഒരുപാട് പഠിച്ച് നമ്മുടെ സ്കില്ലിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വർക്ക് കിട്ടും ഓട്ടോമാറ്റിക്കലി. പക്ഷേ പ്രശ്നം പലരും അങ്ങനെ പഠിക്കാൻ, ഇപ്പോഴത്തെ കാലഘട്ടം പിന്നെയും ബെറ്ററായി, പക്ഷെ മുൻപൊക്കെ ആർട്ട് പഠിക്കാനായിട്ട് പലർക്കും ഭയങ്കര ഡൗട്ടാണ്. ഇത് പഠിക്കാൻ പറ്റും, ഓൺലൈനിലൂടെ പഠിക്കാൻ പറ്റും. ഞാനൊക്കെ ആദ്യം ഓൺലൈൻ ക്ലാസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓക്കെയാണ്, പക്ഷെ ഒരുപാട് പേര് ചോദിക്കായിരുന്നു ഓൺലൈനിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരുടെ അടുത്ത് എന്താ പറയാനുള്ളത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന്? ഒരിക്കലും ഇല്ല. ഓൺലൈൻ നല്ല പ്ലാറ്റ്ഫോം, കാരണം ഇപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അബ്രോഡ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്, നാട്ടിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഓഫ്ലൈൻ കോഴ്സ് ചെയ്തിരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ നമുക്ക് അറിയാലോ, നമ്മുടെ ഗ്രൂപ്പിൽ ഓരോരുത്തർ അനൗൺസ് ചെയ്യുമല്ലോ നല്ല റിസൾട്ട് ആണ്, ഓരോരുത്തരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ അനൗൺസ് ചെയ്യുമല്ലോ. അപ്പൊ അതൊക്കെ ഒരിക്കലും ഓൺലൈൻ ക്ലാസ് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നല്ലതാണ് ഓൺലൈൻ ക്ലാസ്, കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇതുവരെയായിട്ടും ഓഫ്ലൈൻ ക്ലാസ് ഞാനൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. സ്കൂളിൽ ഞങ്ങളുടെ സാറ് പറഞ്ഞിരുന്നല്ലാതെ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോ ഈ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തോണ്ടല്ലോ ഇപ്പൊ എനിക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഞങ്ങളെപ്പോലെ അബ്രോഡുള്ള ഒരുപാട് ആൾക്കാർക്ക് അതുപോലെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. അത് ഓൺലൈൻ ക്ലാസ്, ശരിക്കും എനിക്ക് തോന്നുന്നു ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നത്. ഓൺലൈൻ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും. അബ്രോഡിൽ നിന്നാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ സെയിം ഏരിയയിൽ നിന്ന് കുറേ ഫ്രണ്ട്സ് കിട്ടും, കേരളത്തിൽ നിന്ന് കുറേ ഫ്രണ്ട്സ് കിട്ടും, ഇന്ത്യക്ക് പുറത്തുനിന്ന് കുറേ ഫ്രണ്ട്സ് കിട്ടും. ആ സപ്പോർട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഡൗട്ട് ചോദിച്ചാലും മീൻസ് എക്സ്പീരിയൻസസ് ഷെയർ, ഇപ്പൊ 1 to 1 തന്നെ ഞാൻ ജസ്റ്റിനായിട്ട് അടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അവരെല്ലാരും എനിക്ക് നമ്മുടെ FB ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ അഭിലാഷിനെ ഞാനിപ്പോ കുറച്ച് ദിവസം മുന്നേ ചാർക്കോളിന്റെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്കറിയുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോ അതൊക്കെ ശരിക്കും നമ്മളിപ്പോ ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ടല്ലേ ആ ഒരു കണക്ഷൻസ് ഒക്കെ കിട്ടിയത്. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഒരു എക്സിബിഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര സപ്പോർട്ടല്ലേ. ഇപ്പൊ ഒമാനിലുള്ള തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവരൊക്കെ എനിക്ക് സാറിന്റെ അടുത്ത് ഒരു സജഷൻ പറയാനുണ്ട്. സാറ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ എക്സിബിഷനിൽ ഒരു ഡ്രീം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും വെച്ചിട്ട് ഒരു എക്സിബിഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യാം സാറിന്റെ അടുത്തൊരു. അപ്പൊ സാർ ഒരു മുന്നേ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ട്രാവൽ പ്ലാൻ ഒക്കെ ചെയ്യാലോ. അടുത്തൊരു 1 ഇയർ ഗോള് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ മനസ്സിൽ വരുന്നത്? അത് എനിക്കൊരു നല്ലൊരു ആർട്ട് ടീച്ചർ ആവണം. എനിക്ക് ഒരു 1 ഇയറിനുള്ളിൽ ഒരു 15 സ്റ്റുഡൻസ് എങ്കിലും വേണം. സൈഡായിട്ട് എനിക്ക് കമ്മീഷൻ വർക്ക്സ് എടുക്കണം. ആർട്ട് ടീച്ചർ എന്നുള്ളൊരു ഐഡന്റിറ്റി, അതിന്റെ കൂടെ കമ്മീഷൻ വർക്ക്സ് വേണം. പിന്നെ ഇൻസ്റ്റയിൽ ഒരു 10K എങ്കിലും ഫോളോവേഴ്സ്. ഇപ്പൊ ആകെ 300 സംതിങ് ഉള്ളൂ. ഒരു 10K ആക്കണം. ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു 1 ഇയർ. അത് ഇൻഷാല്ലാഹ് അച്ചീവ് ചെയ്യണം. ഒരു ഗോൾ കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻകം ഏണിംഗ് സ്റ്റാർട്ട്, ഒരു കാര്യം ചെയ്യേണ്ടത്, ഇൻകം ഏണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതലുള്ള എമൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഒരു എമൗണ്ട് എത്തി നിൽക്കുന്നുണ്ടായിരിക്കും. അത് 50,000 ആവുമ്പോൾ ഞാൻ നെക്സ്റ്റ് 1 to 1 തരാം ടോട്ടൽ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എങ്ങനെ അത് ബെറ്റർ ആക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കോഴ്സിലോട്ട് വന്നതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻകം അവിടെ നിന്ന് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് എമൗണ്ട് എത്തിയിട്ടുണ്ടാവും, പക്ഷെ അത് ടോട്ടൽ 50,000 ആവുമ്പോൾ നമുക്ക് ഒരു 1 to 1 ഇരിക്കാം. നമുക്കത് എങ്ങനെ അപ്സ്കെയിൽ ചെയ്യാം അതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. കുട്ടികളെ പഠിപ്പിക്കുമ്പോഴേ എനിക്ക് ഒരു 9 വയസ്സുള്ള 3 കുട്ടികളും പിന്നെ ചെറിയ കുട്ടികളാണ് 6 വയസ്സിലും 7 വയസ്സിലും. അപ്പൊ അവരെ പഠിപ്പിക്കുമ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടത്? അവർക്ക് കൂടുതൽ കാർട്ടൂൺസും അങ്ങനത്തെ സാധനങ്ങളും വരക്കാൻ ഇഷ്ടം. അപ്പൊ അത് എന്ത് ചെയ്യേണ്ടത്? ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് സൈഡും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ടാണ്. കുറച്ചധികം സ്റ്റുഡൻസ് ഉള്ള നമ്മളെപ്പോലുള്ള ക്ലാസ് ഒക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മളൊരു പ്രോപ്പർ സിലബസ് ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ഒരു സക്സസ് പാത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ, പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ കൊടുത്ത് നല്ല കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ പോലെ എല്ലാവർക്കും സക്സസ് കിട്ടും. ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇതാണ്, ഓരോ സ്റ്റുഡൻറ്റിനെയും നമുക്ക് സെപ്പറേറ്റ് ഫോക്കസ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഞാൻ ആർട്ട് സ്കൂൾ നടത്തിയ സമയത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യം, നമുക്ക് എന്തായാലും സിലബസ് ഉണ്ടായിരിക്കും, പക്ഷേ ഓരോ സ്റ്റുഡൻറ്റിനും സെപ്പറേറ്റ് രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർട്ടൂൺ ഡ്രോയിങ് ഇഷ്ടമുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള കൂടുതൽ കാർട്ടൂൺസ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ചില സ്റ്റുഡൻസിന് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് ഇഷ്ടമെങ്കിൽ കൂടുതൽ അത് ചെയ്യിപ്പിക്കും. പിന്നെ ഈ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ മെയിൻ ഫോക്കസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക പ്രാക്ടീസിലാണ്. ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് തിയറിയൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സിൽ കൂടുതൽ പ്രാക്ടിക്കലാക്കുക. പ്രാക്ടിക്കലിലൂടെ അവർക്ക് തിയറി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. എൻ്റെ ക്ലാസ്സിൽ ഒരു 10 സ്റ്റുഡൻസ് ഓഫ്ലൈനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഉള്ള സമയത്ത് ഞാൻ ചെയ്യുന്നത് 10 പേർക്കും അടുത്ത് പോയിരുന്നിട്ട് 10 ടോപ്പിക് പഠിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടൊരു പ്രോഗ്രസ് റിപ്പോർട്ട് കീപ്പ് ചെയ്യും. ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ പ്രോഗ്രസ് റിപ്പോർട്ട് കീപ്പ് ചെയ്യും. അവർ ഏത് സബ്ജക്റ്റ് എന്ന് പഠിച്ച് എത്ര ചിത്രങ്ങൾ വരച്ചു അങ്ങനെ. അപ്പോൾ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ടൈം അവർ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം വരയ്ക്കും. ഇപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ് സാർ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഞാനെടുത്തും കൊടുക്കും, പെയിന്റ് ചെയ്തോട്ടെ. അവർക്ക് എക്സ്പീരിയൻസ് നേരിട്ട് കിട്ടുന്ന സമയത്ത് ഭയങ്കര വാല്യുബിൾ അല്ല. ഇഷ്ടമുള്ള വഴിയിലൂടെ പോകുമായിരിക്കും അവർ, പക്ഷേ കറക്റ്റ് സിലബസിലൂടെ തന്നെ വരും. ഇപ്പോൾ കോയിൻ തന്നെയാണെങ്കിൽ കോയിൻ ഷേപ്പ് പഠിപ്പിക്കാം, ഷെയ്ഡിങ് പഠിപ്പിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കാർട്ടൂൺ വരയ്ക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈൻ ലൈൻ വെയിറ്റ് പഠിപ്പിക്കാം, ഷേപ്സ് കറക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കാം, നീറ്റാക്കിയിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാൻ പഠിപ്പിക്കാം. അപ്പോൾ അവർ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്തോട്ടെ. അതിൻ്റെ അകത്ത് മെത്തേഡുകൾ പഠിപ്പിക്കുന്നത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ആ ഒരു മെത്തേഡ് ചെയ്താൽ മതി. ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് പെയിന്റ് ഒക്കെ ഏതാ യൂസ് ചെയ്യിപ്പിക്കുന്നത്? ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് ഓയിൽ പേസ്റ്റൽസ് സ്റ്റാർട്ടിങ്ങിൽ. ഓയിൽ പേസ്റ്റിലാവുമ്പോൾ ബെനിഫിറ്റ് ഷാർപ്പൻ ചെയ്യണ്ട, അവരുടെ കൈയൊന്നും മുറിയില്ല, എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓയിൽ പേസ്റ്റിൽ തന്നെ ഇപ്പോൾ ബ്രിസ്ട്രോൻ്റെ ഒക്കെ നല്ല ബ്രാൻഡ് ഓയിൽ പേസ്റ്റിൽ അവൈലബിളാണ്. അപ്പോൾ കുറച്ചും കൂടി കളർ മിക്സിങ് ബെറ്റർ ആയിരിക്കും. പിന്നെ ലെയർ ബൈ ലെയർ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ആ നീറ്റ്നെസ്, അവർ വരയ്ക്കുന്നതിൽ നീറ്റ്നെസ്സിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഓയിൽ പേസ്റ്റിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് ഓയിൽ പേസ്റ്റിൽ, നോർമൽ പെൻസിൽ,
അത് കഴിഞ്ഞാൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് കളർ പെൻസിലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. കളർ പെൻസിൽ കഴിഞ്ഞാൽ പിന്നെ വാട്ടർ കളർ കേക്ക്സ് കൊടുക്കാം. വാട്ടർ കളർ കേക്ക്സ് കഴിഞ്ഞാൽ പെയിന്റിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാട്ടർ കളർ ട്യൂബ്, അക്രലിക്, ഓയിൽ പെയിന്റ് ആ ഒരു പാത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ പെൻസിൽ ഡ്രോയിങ് അങ്ങനെ. ഇഷ്ടമാണെങ്കിൽ ചാർക്കോൾ അങ്ങനെ ആ രീതിയിലോട്ട് വരാൻ പറ്റും. ഒരു സ്പെഷ്യൽ ഇപ്പോൾ നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പിൽ അഭിരാമി എന്ന് പറയുന്ന സ്റ്റുഡൻ്റ് ഉണ്ട്. അഭിരാമി ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ ഈ 2 മാസം അടുത്ത മാസമാണെന്ന് തോന്നുന്നു അവരൊരു കോമ്പറ്റീഷൻ നടത്താൻ പോവുക അവരുടെ വീട്ടിൽ തന്നെ, അവരുടെ ആർട്ട് സ്കൂളിൽ. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് അവർക്ക് കൊടുക്കുക. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻവാസ് പെയിന്റിങ് ചെയ്യാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ക്യാൻവാസ് പെയിന്റിങ്ങിനും അത് ആ ഡേക്ക് ഒരു പേരൊക്കെ ഇട്ട് ഇപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡേയ്സിന്റെ സ്പെഷ്യാലിറ്റി കിട്ടില്ലേ. ഒരു തീമൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ചിൽഡ്രൻസ് ഡേ ആണെങ്കിൽ ചിൽഡ്രൻസ് ഡേയിൽ തീമൊക്കെ സെറ്റ് ചെയ്ത് വലിയ ക്യാൻവാസ് ഒക്കെ നമ്മുടെ അവിടെ റൂമിൽ സെറ്റ് ചെയ്ത് ആ ദിവസം എല്ലാവർക്കും ക്യാൻവാസ് പെയിന്റിങ് കൊടുക്കുക. കോമ്പറ്റീഷൻ പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് പോലെ ചെയ്യാം. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവും അല്ലേ? അതെ അതെ. ഓക്കെ. ഞാൻ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഉം. സാറിന് കാണിക്കാൻ. ഞാൻ എന്തെങ്കിലും ഒരു എക്സിബിഷൻ ചെയ്യുകയാണെങ്കിൽ തല കുത്തി പിടിച്ചിരിക്കുന്നത്. യേസ്, അടിപൊളി, നന്നായിട്ടുണ്ട്. അത് ക്യാൻവാസ് ബോർഡാണോ അത്? യെസ്, കൊള്ളാം. യെസ് യെസ് യെസ്, അടിപൊളി, നന്നായിട്ടുണ്ട്. സ്ട്രെച്ച്ഡ് ക്യാൻവാസിൽ ചെയ്യുകയാണെങ്കിൽ സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ആണല്ലോ അത് അല്ലേ, ബോർഡുള്ള? യെസ് യെസ് യെസ്, നല്ല. എക്ടോബിക്സിലാണ് ഇവിടെ കൂടുതൽ വരാറ്. അതാണ് എനിക്ക് സ്കിൻ ടോണൊന്നും അങ്ങോട്ട് ശരിയാവില്ല. അക്രലിക് ആണോ ചെയ്യുന്നത്? എക്ടോബിക്സിൽ ഇവിടെ കൂടുതൽ വർക്ക്സ് വരുന്നത് അതില്ല. ഏത് പെയിന്റാ യൂസ് ചെയ്യുന്നത് സ്കിൻ ടോൺ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്ന പെയിന്റ്? വൈറ്റ്, യെല്ലോ, ഒരു റെഡ്, വെർമിലിയൻ. പോർട്രേറ്റ് പിങ്ക് എന്ന് പറഞ്ഞിട്ട് കളർ ഡയറക്റ്റ്ലി വാങ്ങാൻ കിട്ടും. പോർട്രേറ്റ് പിങ്ക് എന്നാണ്, നോട്ട് ചെയ്ത് വെച്ചോ. ക്യാമൽ ബ്രാൻഡിലാണ് അത് കൂടുതലും കണ്ടത്. മിക്ക ബ്രാൻഡിലും ഉണ്ടാവും, മിക്കവാറും ക്യാമൽ ബ്രാൻഡിൽ അതുണ്ട്. പോർട്രേറ്റ് പിങ്ക് എന്നാണ് പേര്. അപ്പോൾ ഡയറക്റ്റ്ലി സ്കിൻ ടോൺ കുറച്ചും കൂടി ഫെയർ ആയിട്ടുള്ള ഈ കുട്ടിയുടെ ഇപ്പൊ കാണിച്ചില്ലേ, അത് ഡയറക്റ്റ് ആയിട്ട് ട്യൂബിന്റെ അകത്ത് നമുക്ക് കിട്ടും. അതിന്റെ അകത്ത് ബ്രൗണ്, യെല്ലോ ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് സ്കിൻ ടോൺ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതെനിക്ക് ഈ കുട്ടിയുടെ ഫേസ് കുറച്ചുകൂടി ലൈറ്റ് കളർ, ഇത് ഭയങ്കര ഡാർക്ക് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാം. അവരിത് തന്ന റെഫറൻസ് പിക്കില് വേറൊരു കളറാണ്, ഭയങ്കര ലൈറ്റ് ആണ്. പക്ഷെ ഞാനത് ലെയർ ചെയ്ത് ഈ കളർ ആക്കി. എനിക്ക് സ്കിൻ ടോൺ ഒട്ടും ശരിയാവുന്നില്ല ഈ അക്രലിക്സ് ചെയ്യുമ്പോൾ. ഞാൻ പെയിന്റിംഗ് കോഴ്സിൽ എന്തായാലും ജോയിൻ ചെയ്യും, അപ്പൊ ശരിയാവുമെന്ന് വിചാരിക്കും. ലെയർ ബൈ ലെയർ ചെയ്താൽ മതി, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ലെയർ ബൈ ലെയർ ചെയ്യുക, പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ വരച്ച ചിത്രമില്ലേ, അത് ഫോട്ടോ എടുത്തിട്ട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ റെഫറൻസ് പിക്ചറും ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ട് രണ്ടും ഒപ്പം വെക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ചിത്രങ്ങളിലെ ചെറിയ ഡിഫറൻസുകൾ ഞാനത് കാണിച്ചാൽ, ഒരു മിനിറ്റ്. ഞാൻ ഒരു ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ അതിന്റെ എക്സാമ്പിൾ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഒരു മിനിറ്റ് കേട്ടോ. ഞാനൊരു വാട്ടർ കളറിന്റെ ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട്. കാണുന്നുണ്ടോ സ്ക്രീനിൽ? അപ്പൊ ഇത് ഇത്ര എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാ, കണ്ടോ? അതായത് ഇതിന്റെ റെഫറൻസ് പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ഞാൻ വരച്ചതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഏതെങ്കിലും ഭാഗം. ഇപ്പൊ ഈ ഡോറൊക്കെ ആണെങ്കിൽ ഡോറിന്റെ ഹൈലൈറ്റ് വരുന്ന ഭാഗമില്ലേ, അതൊക്കെ എനിക്കും ലെയർ കൂടുതൽ കയറാനുണ്ട്, അവിടെയും കുറച്ചും കൂടി ഡാർക്ക് വരാനുണ്ട്. അതിന്റെ ഡിഫറൻസ് കണ്ടോ? അപ്പൊ ഇങ്ങനെ വാല്യൂസ് കമ്പയർ ചെയ്യാം. ശരിക്കും നമ്മുടെ ചിത്രത്തിൽ കളേഴ്സ് കുറച്ച് ഡിഫറെന്റ് ആണെങ്കിലും വാല്യൂസ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ കാണുന്ന ആൾക്ക് ഭയങ്കര ഇമ്പാക്റ്റ് വരും. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ കാണിച്ച ചിത്രം അതിന്റെ റെഫറൻസ് പിക്ചർ പോലെയല്ല ഞാൻ വരച്ചിരിക്കുന്ന കളേഴ്സ്, കുറച്ചും കൂടി സാച്ചുറേറ്റഡാണ്. ഈ കളർഫുൾ ആയ ചിത്രം ഇഷ്ടം, കുറെ കൂടി കളർഫുൾ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വാല്യൂ കറക്റ്റ് ആവണമെങ്കിൽ എന്താ സംഭവം എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോ. ലൈറ്റ് ആൻഡ് ഷാഡോ കറക്റ്റ് ആവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് കമ്പയർ ചെയ്യണമെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ആവുന്നത് നല്ലതായിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ചിത്രങ്ങൾ അതിൻ്റെ അകത്ത് മാക്സിമം പോസ്റ്റ് ചെയ്യാം. കോഴ്സിന്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ചിത്രങ്ങളില്ലേ. ഇനി ആക്റ്റീവ് ആവണം, കാരണം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും ചെയ്യണ കാണുമ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ വരും. ഒരുവിധം എല്ലാവരും അങ്ങോട്ടും ഫോളോ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ. അപ്പൊ അവരുടെ ഒരുവിധം എല്ലാവരും ആരെങ്കിലും ഒരാൾ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റോറി ഇടും. ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഇപ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്, പക്ഷെ എന്തോ ഭയങ്കര പേടിയാണ്.
സൂം മീറ്റിംഗിൽ സംസാരിക്കാൻ. ഇപ്പൊ 1-to-1 ബുക്ക് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത് ഞാൻ പേടിച്ച് പേടിച്ച് നിന്നിട്ടാ. കുറെ പേർക്ക് പേടിയുണ്ട്. അത് പതിയെ ശരിയായിക്കോളും. അത് പതിയെ വീക്കിലി മീറ്റിംഗിൽ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്വയം തോന്നലിന്റെ പുറത്തല്ല. ഇപ്പോൾ 1-to-1 ബുക്ക് ചെയ്തു നമുക്കറിയാതെ തോന്നിച്ചതല്ലേ. അതുപോലെ തന്നെ പേടിയും പതിയെ മാറും. ഒരു സമയത്ത് നമുക്ക് വീക്കിലി മീറ്റിംഗിൽ സംസാരിക്കണം എന്നുള്ള ആഗ്രഹം. നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാ, ആക്ഷൻ എടുക്കുന്നവർ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ മാത്രമല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ മുമ്പ് ഹോൾ ഓഫ് ഫെയിമിൽ വന്നവരും റിസൾട്ട് ക്രിയേറ്റ് ചെയ്തവരും ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തവരും ഇൻകം ജനറേറ്റ് ചെയ്തവരും ഒക്കെ നിങ്ങളിങ്ങനെ അറിയാതെ തന്നെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി വരും. ചിലർക്ക് കുറച്ച് സമയം എടുക്കും, ചിലത് പെട്ടെന്ന് ഇൻസ്പയർഡ് ആവും. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും സക്സസ് ഉണ്ടാവും. സാറ് പറയില്ലേ, നമ്മള് സ്വപ്നം കാണണമെന്ന് പറയില്ലേ, ആ ഒരു ഇത് ശരിക്കും എന്റെ കൺമുന്നിലുണ്ട്. എന്റെ ഉപ്പ ഇൻവൈറ്റ് ചെയ്യണതും ആളുടെ ഫ്രണ്ട്സിനെ എല്ലാരും ഇൻവൈറ്റ് ചെയ്യണതും അതൊക്കെ വലിയൊരു ഡ്രീമായിട്ട് നിൽക്കണാണ് ഇപ്പൊ എക്സിബിഷൻ. അപ്പൊ അതെന്തായാലും ചെയ്യണം. സാറിന് എന്റെ അടുത്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് എന്തെങ്കിലും പറഞ്ഞു തരാമോ? ഇല്ല, ഈ സ്കിൻ ടോണിന്റെ കാര്യത്തിൽ ആ പെയിന്റ് വാങ്ങുക, പോർട്രേറ്റ് പിങ്ക് എന്ന് പറയുന്ന പെയിന്റ് വാങ്ങുക. എന്നിട്ട് അതിന്റെ അകത്ത് ഡിഫറെന്റ് കളേഴ്സ് ബ്രൗൺ യെല്ലോ ഒക്കെ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ ചെയ്യുന്നേക്കാളും ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടും. സാർ, എനിക്ക് ചാർക്കോളിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതിലൊരു മീഡിയം, ഹാർഡ്, സോഫ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ ഹാർഡ് എന്തിനാ യൂസ് ചെയ്യാറ്? ഹാർഡ് എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ കട്ടിയുണ്ടാവും, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, ലൈറ്റ് ടോൺ ആയിരിക്കും. ഉള്ളതിൽ വെച്ച് ലൈറ്റ് ആയിരിക്കും. അതിൽ സോഫ്റ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവും, ഏറ്റവും ഡാർക്ക് സ്റ്റോൺ ആയിരിക്കും അതിനുണ്ടായിരിക്കുക. ഗ്രാഫൈറ്റിന്റെ മുകളിൽ പല ചാർക്കോൾ ബ്രാൻഡും പിടിക്കില്ല. ഇപ്പൊ ചാർക്കോൾ അപ്ലൈ ചെയ്യാനുള്ള ഏരിയ ഉണ്ടെങ്കിൽ ചാർക്കോൾ തന്നെ അപ്ലൈ ചെയ്യാം. മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൈഡിൽ ഗ്രാഫൈറ്റ് ചെയ്യാം, അടുത്ത സൈഡിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ലെയർ ബൈ ലെയർ ആയിട്ട് ഗ്രാഫൈറ്റ് ചാർക്കോൾ മിക്സ് ആവില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വരച്ച പൃഥ്വിരാജിന്റെ ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ചിത്രത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലാക്ക് ഇല്ലേ, ഒരു ഗ്രേ ടോൺ അല്ലേ, അത് ഗ്രാഫൈറ്റ് ആയതുകൊണ്ടാണ്. ഇതിന് പകരം നമ്മൾ ചാർക്കോൾ ആയിരുന്നെങ്കിൽ കറക്റ്റ് ബ്ലാക്കിൽ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഏരിയ ഒക്കെ നമുക്ക് ഒറ്റ ലെയർ ചാർക്കോളിൽ ചെയ്യാം. ഇപ്പോൾ കണ്ണിന്റെ കൃഷ്ണമണിയുടെ അകത്താണെങ്കിലും ചാർക്കോൾ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ബ്ലാക്ക്. ഐലാഷസ് ആണെങ്കിൽ ചാർക്കോൾ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്ത് ഐലാഷസ് മാത്രം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചാർക്കോൾ വേണ്ട ഏരിയാസ് മാത്രം മാർക്ക് ചെയ്ത് അവിടെ മാത്രം ചാർക്കോൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവും. ഏറ്റവും ഡാർക്കസ്റ്റ് ഏരിയാസിൽ ചാർക്കോൾ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ, കൺഫ്യൂഷൻ ഒഴിവാക്കാം നമുക്ക്. ബാക്കി ഗ്രാഫൈറ്റ് യൂസ് ചെയ്താൽ മതി. വൈൻഡപ്പ് ചെയ്തോട്ടെ ഞാൻ. ശരി ശരി. യെസ്, അപ്പോൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ നോട്ട് ചെയ്തത് കാരണം ഇനി ഉഴപ്പരുത്. ഇനി കറക്റ്റായിട്ട് സ്പീഡിൽ മുന്നോട്ട് പോവുക. എല്ലാ സ്വപ്നങ്ങളും എല്ലാ ഡ്രീംസും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഒരു 50,000 അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് 1-to-1 ഇരിക്കാം. എന്നെ കോൺടാക്ട് ചെയ്യുന്നത് വാട്സാപ്പിലൂടെ. യെസ്, ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു സർ.